ഹലോ ഗൈസ്, കൂന്തൽ ഫ്രൈ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവോള അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നാൽ പിന്നെ തക്കാളിയും ഒരു കഷ്ണം ക്യാപ്സിക്കം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പൊടികളിൽ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തേ. നന്നായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇങ്ങനെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കൂന്തൽ എടുത്തിട്ടുള്ളത്. പിന്നെ കൂന്തൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ, കാരണം ആ മസാല കൂന്തലിൽ നന്നായിട്ട് പിടിച്ച് വരുന്നവരെ നല്ലോണം ഇളക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി കൂന്തളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് ഡ്രൈ പരുവത്തിലാണ് കേട്ടോ ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂന്തൽ എടുത്തിട്ടുണ്ട്. അവസാനം വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ ഗരം മസാലയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.